ഹലോ എവ്രിവൺ, വെൽക്കം ടു കെംഫോർ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ജൂനിയർ അനലിസ്റ്റ് KMMന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ നമ്മൾ ഓൾമോസ്റ്റ് 20 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് വൺ, ഹൗ മെനി ഓക്സിജൻ മൊളിക്യൂൾസ് ആർ ക്യാരിഡ് ബൈ സിംഗിൾ ഹീമോഗ്ലോബിൻ മൊളിക്യൂൾ? ഒരു സിംഗിൾ ഹീമോഗ്ലോബിൻ മൊളിക്യൂളിൻ്റെ അകത്ത് എത്ര ഓക്സിജൻ മൊളിക്യൂൾസ് ക്യാരി ചെയ്യുന്നുണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഹീമോഗ്ലോബിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്ട്രക്ചർ ഫെമിലിയർ ആയിരിക്കും. നമുക്കറിയാം, ഒരു ഹീമോഗ്ലോബിൻ മൊളിക്യൂളിൻ്റെ അകത്ത് 4 സബ് യൂണിറ്റ്സ് ആണ് ഉള്ളത്. ഓരോ സബ് യൂണിറ്റിൻ്റെ അകത്തും നമുക്കുള്ളത് ഒരു ഹീം ഗ്രൂപ്പും അതേപോലെ തന്നെ പോളിപെപ്റ്റൈഡ് ചെയിനും ആണുള്ളത്. ആൻഡ് ഈ ഹീം ഗ്രൂപ്പ് എന്ന് പറയുന്നത് നോൺ പ്രോട്ടീൻ പാർട്ടാണ്. ഓൾ റൈറ്റ്. ഇനി ഇതാണ് നമ്മുടെ ഒരു ഹീമോഗ്ലോബിന്റെ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതിൽ 4 സബ് യൂണിറ്റിന്റെ അകത്ത് 2 എണ്ണം ആൽഫ സബ് യൂണിറ്റ് ആണ്, 2 എണ്ണം ബീറ്റ സബ് യൂണിറ്റ് ആണ്. ഈ ആൽഫ സബ് യൂണിറ്റിന് നമ്മൾ ആൽഫ 1 ആൽഫ 2 എന്ന് പറയും, ബീറ്റ സബ് യൂണിറ്റിന് ബീറ്റ 1 ബീറ്റ 2 എന്ന് പറയും. ഈ ആൽഫ സബ് യൂണിറ്റിന്റെ അകത്ത് 141 അമിനോ ആസിഡ്സ് ആണുള്ളത്. ബീറ്റ സബ് യൂണിറ്റിന്റെ അകത്ത് 146 അമിനോ ആസിഡ്സ് ആണുള്ളത്. ഓക്കെ ആണല്ലോ. സോ നമുക്കറിയാം, ഈ ഒരു ഹീം ഗ്രൂപ്പ് എന്ന് പറയുന്നത് ബേസിക്കലി അയേണും അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു പോർഫൈറിൻ റിംഗ് ഇത്രയും അടങ്ങിയിരിക്കുന്നതാണ് ആ ടോട്ടൽ ഹീം ഗ്രൂപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് സിംഗിൾ ഹീമോഗ്ലോബിൻ മൊളിക്യൂൾ ക്യാരി ചെയ്യുന്ന ഓക്സിജന്റെ എണ്ണമാണ്. അപ്പം സിംഗിൾ ഹീമോഗ്ലോബിൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഡിയോക്സി ഹീമോഗ്ലോബിൻ ആണ്. ഓക്സി ഹീമോഗ്ലോബിൻ ആണെങ്കിൽ എടുത്ത് പറയും ഓക്സി ഹീമോഗ്ലോബിൻ ആണെന്നുള്ളത്. സോ ഈ ഒരു കേസിൽ നമുക്ക് കാണാൻ പറ്റും, നമ്മൾ പറഞ്ഞു ഓരോ ഹീം ഗ്രൂപ്പിലും എന്തുണ്ട്, ഒരു അയേൺ ഉണ്ടാവും. നമ്മുടെ അയേൺ പോർഫൈറിൻ റിങ്ങിന്റെ അകത്തായിരിക്കും ഉണ്ടാകുന്നത്. സോ ഈ അയേൺ ആറ്റം ബേസിക്കലി ഇറ്റ് ഈസ് സറൗണ്ടഡ് ബൈ 4 നൈട്രജൻ ഓഫ് പോർഫൈറിൻ റിംഗ്, നമുക്ക് അങ്ങനെ പറയാം. അതേപോലെ തന്നെ എന്താ 5th കോർഡിനേഷൻ സൈറ്റിൽ നൈട്രജൻ ഓഫ് ഇമിഡസോൾ റിംഗ് ആണുള്ളത്, ഇമിഡസോൾ റിംഗ് ഓഫ് ഹിസ്റ്റഡീൻ. ദെൻ 6th സൈറ്റിലാണ് ഓക്സിജൻ വന്ന് ബൈൻഡ് ചെയ്യുന്നത്. സോ ഡിയോക്സി ഹീമോഗ്ലോബിന്റെ കേസിൽ നമുക്ക് 5 കോർഡിനേഷൻ സൈറ്റ്സ് ആയിരിക്കും ഉണ്ടാകുന്നത്. സോ കോർഡിനേഷൻ നമ്പർ 5 ആണ്. അതേസമയം ഓക്സി ഹീമോഗ്ലോബിനിലേക്ക് വരുമ്പോഴേക്കും ഓക്സിജൻ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്സി ഹീമോഗ്ലോബിന്റെ കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത് 6 ആയിരിക്കും. ഓക്കെ. ഇനി നമുക്കറിയാം, ഇപ്പം നമ്മൾ കണ്ടു, അതായത് ഒരു ഹീമോഗ്ലോബിൻ മൊളിക്യൂളിൽ 4 സബ് യൂണിറ്റുകളാണ് ഉള്ളത്, 2 ആൽഫയും 2 ബീറ്റയും. സോ ഈ ഓരോ സബ് യൂണിറ്റിന്റെ അകത്തും ഒരു ഹീം ഗ്രൂപ്പും അതേപോലെ തന്നെ പോളിപെപ്റ്റൈഡ് ചെയിനുകളുണ്ട്. ഇതാണ് നമ്മുടെ ഹീം ഗ്രൂപ്പിന്റെ സ്ട്രക്ചർ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ. സോ നമുക്കറിയാം 4 ഹീം ഗ്രൂപ്പുകൾ അടങ്ങിയിരിക്കുന്നതാണ് ഒരു ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. സോ ഓരോ ഗ്രൂപ്പിലും അയേണ് ഓക്സിജനുമായിട്ട് ബൈൻഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ ബേസിക്കലി നമ്മൾ ഹീമോഗ്ലോബിൻ മൊളിക്യൂൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 4 സബ് യൂണിറ്റുകൾ ഉണ്ട്. ഈ ഓരോ സബ് യൂണിറ്റിന്റെ അകത്തും എന്തുണ്ട്, ഹീം ഗ്രൂപ്പുകൾ ഉണ്ട്. സോ 4 ഹീം ഗ്രൂപ്പ് പ്രസന്റ് ആയിരിക്കും. ഓരോ ഹീം ഗ്രൂപ്പിലും ഓരോ Fe2+ അവൈലബിൾ ആണ്. സോ 4 Fe2+ ആയിട്ട് 4 ഓക്സിജൻ ആറ്റംസ് ആണ് ബൈൻഡ് ചെയ്യുന്നത്. ഓപ്ഷൻ എ ആണ് വരിക. അപ്പൊ നിങ്ങളോട് മൊത്തത്തിലുള്ള ഓക്സിജന്റെ എണ്ണമാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു സബ് യൂണിറ്റിന്റെ അകത്തുള്ള ഓക്സിജൻ ആണ് ചോദിക്കുന്നതെങ്കിൽ നമ്മുടെ ആൻസർ 1 ആയിരിക്കും, അല്ലെ? ഇപ്പൊ ഇവിടെ ടോട്ടൽ മോളിക്യൂളിന്റെ കേസിലാകുമ്പോൾ 4 ഓക്സിജൻ ആറ്റംസ് ആണ് ബൈൻഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് ഡിയോക്സി ഹീമോഗ്ലോബിനും അതേപോലെ ഓക്സി ഹീമോഗ്ലോബിനും ഒന്ന് ജസ്റ്റ് കമ്പയർ ചെയ്ത് നോക്കാം. ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്, രണ്ടിന്റെ കേസിലും Fe ഇരിക്കുന്നത് Fe2+ സ്റ്റേറ്റിലാണ്, അയേൺ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. ഡിയോക്സിന്റെ കേസിൽ ഹൈ സ്പിൻ ആയിരിക്കും കോംപ്ലക്സ്. അതേസമയം ഓക്സി ഹീമോഗ്ലോബിന്റെ കേസിൽ ലോ സ്പിൻ കോംപ്ലക്സ് ആണ് ഫോം ചെയ്യുന്നത്. ഹൈ സ്പിൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പെയറിങ് നടക്കില്ല. സോ D6 കോൺഫിഗറേഷൻ ആണ് Fe2+ന് വരുന്നത്. അത് എന്തുവരും, പെയറിങ് നടക്കാതെ ഇങ്ങനെ ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പം ഇതില് നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത് പാരാമാഗ്നറ്റിക് ആയിരിക്കും. അതേസമയം നമ്മുടെ ലോ സ്പിൻ കോംപ്ലക്സിന്റെ കേസിൽ പെയറിങ് സംഭവിക്കും. ഇവിടെ അൺപെയർഡ് ഇലക്ട്രോൺസ് അവൈലബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ ഓക്സി ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് ഡയാമാഗ്നറ്റിക് ആയിരിക്കും. പിന്നെ നമ്മളിപ്പം കണ്ടു, കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത് ഡിയോക്സിന്റെ കേസിൽ 5 ആണ്. അതേസമയം ഓക്സി ഹീമോഗ്ലോബിന്റെ കേസിൽ കോർഡിനേഷൻ നമ്പർ 6 ആണ്. നെക്സ്റ്റ് ഒരു പോയിന്റ് എന്ന് പറയുന്നത് Fe(n) ബോണ്ട് ലെങ്ത് ഉണ്ടല്ലോ, അത് ഡിയോക്സി ഹീമോഗ്ലോബിന്റെ കേസിൽ കൂടുതലായിരിക്കും, ഇവിടെ കുറവായിരിക്കും. ദെൻ ഫൈനലി ഓക്സി ഹീമോഗ്ലോബിന്റെ കേസിൽ പൈ ഇലക്ട്രോൺസ്, അതായത് ഹീം ഗ്രൂപ്പിന്റെ പൈ ഇലക്ട്രോൺസ്
ഓക്സിജന്റെ പൈ സ്റ്റാർ ഇലക്ട്രോണേറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇവിടെ നടക്കുന്നത് ഒരു ഇൻട്രാ ലിഗാൻഡ് ട്രാൻസിഷൻ ആണ്. സോ നമ്മുടെ ഓക്സി ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് റെഡ് കളറിലായിരിക്കും ഉണ്ടാവുന്നത്. ഇറ്റ് ഇസ് ഡ്യൂ ടു ഇൻട്രാ ലിഗാൻഡ് ട്രാൻസിഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആർ ദെയർ ഇൻ ദി ക്വാണ്ടിറ്റി 0.0063? ഡെസിമലിന് ശേഷം ഒരു നോൺ സീറോ ഡിജിറ്റിന് മുന്നേ വരുന്ന എല്ലാ സീറോസും ഇൻസിഗ്നിഫിക്കൻ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് എന്തേ വരുള്ളൂ, 6ഉം 3ഉം മാത്രമേ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആയിട്ട് വരുന്നുള്ളൂ. സോ ഓപ്ഷൻ സി 2 ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി പീക്സ് ആർ ഒബ്സർവ്ഡ് ഇൻ IR സ്പെക്ട്രം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്? കാർബൺ ഡൈ ഓക്സൈഡിന്റെ കേസിലുള്ള IR സ്പെക്ട്രത്തിലുള്ള പീക്സിന്റെ എണ്ണമാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് ലീനിയർ മോളിക്യൂൾ ആണ്. ലീനിയർ മോളിക്യൂളിന്റെ കേസിൽ നമ്പർ ഓഫ് വൈബ്രേഷണൽ മോഡ്സ് എന്ന് പറയുന്നത് എന്താ, നമ്മളെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക, 3n - 5 ആണ്. വേർ n ഈസ് ദി നമ്പർ ഓഫ് ആറ്റംസ്. സോ CO2 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 3 ആറ്റംസ് ആണുള്ളത്. നമുക്ക് എന്ത് കിട്ടും, 3 × 3 - 5, 4 വൈബ്രേഷണൽ മോഡ്സ് ആണ് വരുന്നത്. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് നമുക്ക് സ്ട്രെച്ചിങ് മോഡ്സും ഉണ്ട്, ബെൻഡിങ് മോഡ്സും ഉണ്ട്. വൈബ്രേഷന്റെ കേസിൽ 2 സ്ട്രെച്ചിങ് മോഡ്സും അതേപോലെ തന്നെ 2 ബെൻഡിങ് മോഡ്സും ആണ് CO2ന്റെ കേസിൽ നമുക്ക് കിട്ടുന്നത്. ഇതിൽ സ്ട്രെച്ചിങ് മോഡ്സ് ഒരെണ്ണം സിമെട്രിക് സ്ട്രെച്ചിങ്ങും മറ്റേത് അസിമെട്രിക് സ്ട്രെച്ചിങ്ങും ആയിരിക്കും. ഫസ്റ്റ് കേസിൽ A എന്ന് പറയുന്നത് സിമെട്രിക് സ്ട്രെച്ചിങ് ആണ്. ദെൻ നമ്മുടെ D എന്ന് പറയുന്നത് അസിമെട്രിക് സ്ട്രെച്ചിങ് ആണ്. അതായത് ഒരെണ്ണം ഇങ്ങോട്ടേക്കും സ്ട്രെച്ചിങ് വരുന്നത്, മറ്റേതും ഈ ഒരു ഡയറക്ഷനിലേക്കാണ്. അതായത് രണ്ടും സെയിം ഡയറക്ഷനിലേക്കാണ്. ഇവിടെ സിമെട്രിക് സ്ട്രെച്ചിങ് ആണ്, 2 ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ്. IR സ്പെക്ട്രോസ്കോപ്പിയിൽ നമ്മൾ പറയുന്നത് there should be a change in dipole moment എന്നാണ്, അല്ലേ? സോ സിമെട്രിക് സ്ട്രെച്ചിങ്ങിന്റെ കേസിൽ നമുക്ക് എന്തുണ്ടാവില്ല, ഡൈപോൾ മൊമെന്റ് ഉണ്ടാവില്ല. സോ ഈ ഒരു സ്ട്രെച്ചിങ് മോഡ് നമുക്ക് ബേസിക്കലി എന്ത് തരില്ല, പീക്ക് തരില്ല. ഇനി അസിമെട്രിക് സ്ട്രെച്ചിങ് എടുത്തു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമുക്കൊരു പീക്ക് കിട്ടും. സോ ഫസ്റ്റ് പീക്ക് എന്ന് പറയുന്നത് അസിമെട്രിക് സ്ട്രെച്ചിങ് മോഡിന്റെ പീക്ക് ആയിരിക്കും കാർബൺ ഡൈ ഓക്സൈഡിന്റെ കേസിൽ. ഇനി 2 ബെൻഡിങ് മോഡ്സ് ആണ് ഇവിടെ ഉള്ളത്. ബെൻഡിങ് എന്ന് പറയുമ്പോൾ കാർബണിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, 2 ഓക്സിജൻ ആറ്റത്തിനെ ബെൻഡ് ചെയ്യുന്നത്. സോ ഇതാണ് ഫസ്റ്റ് ബെൻഡിങ് മോഡ് എന്ന് പറയുന്നത്. ആൻഡ് സെക്കൻഡ് ബെൻഡിങ് മോഡ് എന്ന് പറയുന്നത് ഈ ഒരു ഡയറക്ഷനിൽ, അതായത് വിത്തിൻ ദിസ് പ്ലെയിൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ബെൻഡ് ചെയ്യിക്കുന്നു. ഇങ്ങനെ കാർബൺ താഴേക്കും ഓക്സിജൻ മേലേക്ക്, 2 ഓക്സിജൻ ആറ്റംസ് മേലേക്കും. സോ ഇത് വിത്തിൻ ദ പ്ലെയിൻ ആണ്, ഇത് നമ്മുടെ പ്ലെയിനിന് പുറത്തേക്കായിട്ടാണ് ഫസ്റ്റ് ബെൻഡിങ് മോഡ് എന്ന് പറയുന്നത്. ബേസിക്കലി ഈ 2 ബെൻഡിങ് മോഡ്സും ഡീജനറേറ്റ് ആണ്. അതായത് സെയിം എനർജി ആയിരിക്കും 2 ബെൻഡിങ് മോഡ്സിനും വരുന്നത്. സോ ഇവർക്ക് രണ്ടാൾക്കും കൂടിയിട്ട് എന്തേ കിട്ടുള്ളൂ, ഒറ്റ പീക്കേ കിട്ടുള്ളൂ. അപ്പം ബേസിക്കലി നമുക്ക് 4 പീക്ക് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഇൻ റിയാലിറ്റി ഒരു അസിമെട്രിക് സ്ട്രെച്ചിങ്ങും അതേപോലെ തന്നെ 2 ബെൻഡിങ്ങിൻ്റെയും കൂടിയിട്ട് ഒരെണ്ണം. ഓക്കെ, അങ്ങനെ ടോട്ടല് 2 പീക്ക് മാത്രമേ കിട്ടുള്ളൂ. ആ പീക്കുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ബെൻഡിങ് മോഡിന്റെ കേസിൽ ഇവിടെ ഒരു പീക്ക് കിട്ടും. ദെൻ അസിമെട്രിക് സ്ട്രെച്ചിങ് മോഡിന്റെ കേസിൽ ഇവിടെ ഒരു പീക്ക് കിട്ടും. സിമെട്രിക് സ്ട്രെച്ചിങ് മോഡ് IR ഇനാക്റ്റീവ് ആയതുകൊണ്ട് അതിന് പീക്ക് ഒന്നും കിട്ടില്ല. സോ ഓപ്ഷൻ സി 2 ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് 144, ആസ്ബറ്റോസ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഡാഷ് സിലിക്കേറ്റ്. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. P ബ്ലോക്കിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോൻ്റെ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ ആ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. സോ ഇവിടെ ഓപ്ഷൻ ബി ചെയിൻ സിലിക്കേറ്റ് ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ്, റൂട്ടൈൽ ഈസ് എൻ ഓർ ഓഫ്. റൂട്ടൈൽ ഏതിൻ്റെ ഓറാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. റൂട്ടൈൽ എന്ന് പറയുന്നത് ടൈറ്റാനിയം ഡയോക്സൈഡ് ആണ്. TiO2 ഈസ് ദി ഓർ ഓഫ് ടൈറ്റാനിയം. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ആൻഡ് ഇവിടെ നമ്മൾ ഇമ്പോർട്ടൻറ്റ് ഓർസിൻ്റെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മുടെ അലൂമിനിയത്തിൻ്റെ കേസിൽ നമ്മൾ മെയിനായിട്ട് പറയാറുള്ളത് ബോക്സൈറ്റ് ആണ്, Al2O3 NH2O. അതേപോലെ തന്നെ കയോലിനേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അയണിൻ്റെ കേസിൽ ഈ എല്ലാ ഓർസും നമ്മൾ ഓർത്തിരിക്കണം. ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, സിഡറൈറ്റ്, അയൺ പൈറൈറ്റ്. ലിമണൈറ്റ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ദെൻ കോപ്പർ എന്ന് പറയുന്നത് കോപ്പർ പൈറൈറ്റും അതേപോലെ തന്നെ കോപ്പർ ഗ്ലാൻസ്, കുപ്രൈറ്റ്, മാലക്കൈറ്റ്. ദെൻ സിങ്കിൻ്റെ കേസിൽ സിങ്ക് ബ്ലെൻഡ് ഉണ്ട്, കലാമിൻ ഉണ്ട്, അതേപോലെ സിങ്കൈറ്റ് ഉണ്ട്, ലെഡ്, ഗലീന, ദെൻ സെർസൈറ്റ്. പിന്നെ വരുന്നത് കാസിറ്ററൈറ്റ് ആണ്. സിൽവറിൻ്റെ കേസിൽ നമുക്ക് സിൽവർ ഗ്ലാൻസ് ഉണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഷോൺ ബൈ ട്രാൻസിഷൻ എലമെന്റ്സ് ഇസ്. ഇതിൽ നമ്മൾ 3D ട്രാൻസിഷൻ സീരീസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാംഗനീസ് ആണ് ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എക്സിബിറ്റ് ചെയ്യുന്നത്. മാംഗനീസിന്റെ കേസിൽ +7 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് ഹയസ്റ്റ് ആയിട്ട് വരുന്നത്.
ബട്ട് ഹോൾ ട്രാൻസിഷൻ എലമെന്റ്സ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സോ ആ ഒരു കേസിൽ +8 ആണ് എക്സിബിറ്റഡ് ബൈ ഓസ്മിയം. ഓസ്മിയത്തിന്റെ കേസിൽ OSO4 നമുക്ക് അറിയുന്ന മോളിക്യൂളാണ് ഓസ്മിയം ടെട്രോക്സൈഡ്. ഇറ്റ് ഇസ് എ റിയേജന്റ് യൂസ്ഡ് ഫോർ ഹൈഡ്രോക്സിലേഷൻ. അപ്പം ഇവിടെ നമുക്ക് ചെക്ക് ചെയ്യാം, H- 4 ഓക്സിജൻ, സോ 8 ആയിരിക്കും വരുന്നത്. ആൻഡ് ചാർജ് വരുന്നത് +8 ആണ്. ഓസ്മിയം എന്ന് പറയുന്നത് ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് +8 ആയിരിക്കും. ഇതേ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്ക് റുതേനിയം ടെട്രോക്സൈഡിലും കാണപ്പെടുന്നുണ്ട്. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 3D ട്രാൻസിഷൻ സീരീസ് ആണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ +7 ആയിരിക്കും കറക്റ്റ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ഇന്റൻസ് വയലറ്റ് കളർ ഓഫ് KMnO4 is due to. KMnO4ന്റെ കേസിലുള്ള കളർ പൊട്ടാസ്യം പെർമാംഗനേറ്റ് നമ്മൾ ലാബിൽ യൂസ് ചെയ്യുന്നതാണ്. അതിന്റെ കളർ നമ്മൾ കണ്ടിട്ടുണ്ടാവും, നല്ല ഗ്രേപ്പിന്റെ മുന്തിരി കളറായിട്ടാണ് ഉള്ളത്. സോ ആ ഒരു കളർ എന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് നമുക്ക് KMnO4ന്റെ കേസിൽ മാംഗനീസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിച്ച് നോക്കാം. 1 + x - 8. സോ എക്സ് എന്ന് പറയുന്നത് +7 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. മാംഗനീസ് എന്ന് പറയുന്നത് 4s2 3d5 ആണ്. Mn +7 എന്ന് പറയുമ്പോൾ എന്ത് വരും, നമുക്ക് D0 കോൺഫിഗറേഷൻ ആയിരിക്കും വരുന്നത്. ബേസിക്കലി നമുക്ക് മെറ്റലിൻ്റെ അകത്ത് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാലൻസ് ഇലക്ട്രോൺസ് അവൈലബിൾ അല്ല. ഓക്കെ, സോ നമുക്ക് എന്തായാലും എന്ത് വരില്ല, ഡി ഇലക്ട്രോൺസിൻ്റെ കേസിൽ ഇലക്ട്രോൺസേ അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ DD ട്രാൻസിഷൻ ഒരിക്കലും പോസിബിൾ അല്ല. FF ട്രാൻസിഷനും അല്ല, F ഇലക്ട്രോൺസ് ഇല്ല. ലാന്തനൈഡ് കൺട്രാക്ഷനും അല്ല. നമുക്ക് മാംഗനീസ് എന്ന് പറയുന്നത് ട്രാൻസിഷൻ മെറ്റലാണ്. ചാർജ് ട്രാൻസ്ഫർ ആണ് ഇവിടെ വരുന്നത്. ചാർജ് ട്രാൻസ്ഫർ എന്ന് പറയുമ്പം ഓക്സിജനിൽ നിന്നും നമ്മുടെ മെറ്റലിലേക്ക് Mn +7 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണുള്ളത്, ഇങ്ങോട്ടേക്ക് ചാർജ് ട്രാൻസ്ഫർ നടക്കുക. അതായത് ലിഗാൻഡ് ടു മെറ്റൽ ചാർജ് ട്രാൻസ്ഫർ ആണ് നടക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, വാട്ട് ഇസ് ദ CFSE ഓഫ് എൻ ഒക്ടാഹെഡ്രൽ ഹൈ സ്പിൻ D4 സിസ്റ്റം. D4 ഹൈ സ്പിൻ ഒക്ടാഹെഡ്രലിന്റെ CFSE ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. സോ D4 എന്ന് പറയുമ്പോൾ നമുക്ക് പെയറിംഗ് ഒന്നും ഉണ്ടാവില്ല. 1 2 3 4. ഒക്ടാഹെഡ്രലിന്റെ കേസിൽ നമ്മൾ CFSE എങ്ങനെ കാണാം, -0.4 × T2Gയിലുള്ള ഇലക്ട്രോൺസിന്റെ എണ്ണം അല്ലേ. അപ്പോൾ ഇവിടെ 3 ആണ്, പ്ലസ് എന്ത് വരും 0.6 × EGയിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്. EGയിൽ നമുക്ക് ഒരു ഇലക്ട്രോണേ ഉള്ളൂ. സോ 0.6 × 1 വരും. ഇത്രയും ΔO ആയിരിക്കും കിട്ടുന്നത്. സോ നമുക്ക് എന്ത് കിട്ടും, -1.2 + 0.6 ΔO. ഇനി 1 ΔO എന്ന് പറയുന്നത് 10 dQ ആണ്. സോ നമുക്ക് എന്ത് എഴുതാൻ വേണ്ടി പറ്റും, ഇവിടെ നമുക്ക് -0.6 ΔO എന്നാണ് കിട്ടിയിരിക്കുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു -6 dQ. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദി ഫോളോയിങ് മെറ്റൽ കാർബണൈൽസ് ഡസ് നോട്ട് ഒബേ ദി EAN റൂൾ. EAN റൂൾ ഒബേ ചെയ്യാത്തത് ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. EAN റൂള് നമ്മൾ ബേസിക്കലി ഇഫക്റ്റീവ് അറ്റോമിക് നമ്പർ ആണ് കാണുന്നത്. സോ ഈ റൂള് പ്രകാരം നമ്മളോട് പറയുന്നത് EAN ഓഫ് എ മെറ്റൽ കാറ്റയോൺ ഓർ ആറ്റം, കാറ്റയോണോ ആറ്റോ എന്തോ ആയിക്കോട്ടെ, അതെന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി സം ഓഫ് ദി ഇലക്ട്രോൺസ് ഓഫ് ദി മെറ്റൽ ആൻഡ് ഇലക്ട്രോൺ ഡൊണേറ്റഡ് ബൈ ദി ലിഗാൻഡ്. ബേസിക്കലി മെറ്റലിന്റെ ഇലക്ട്രോൺസിന്റെ എണ്ണവും അതേപോലെ തന്നെ ലിഗാൻഡ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണവും, അതാണ് നമ്മൾ അതിന്റെ സമ്മാണ് ഇഫക്റ്റീവ് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. സോ ഒരു കോംപ്ലക്സ് സ്റ്റേബിൾ ആണോ അൺസ്റ്റേബിൾ ആണോ നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് EAN കണ്ടാൽ മതി. EAN ഓഫ് എ മെറ്റൽ ഇസ് ഈക്വൽ ടു അറ്റോമിക് നമ്പർ ഓഫ് നെക്സ്റ്റ് നോബിൾ ഗ്യാസ്. അതായത് അടുത്ത് വരുന്ന ആ മെറ്റൽ കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന നോബിൾ ഗ്യാസ് ആറ്റത്തിന്റെ അറ്റോമിക് നമ്പറിന് സെയിം ആയിരിക്കും EAN നമ്പർ എന്ന് പറയുന്നത്. സോ ഒരു കോംപ്ലക്സ് EAN റൂൾ ഒബേ ചെയ്യുന്നുണ്ടോ ഇല്ലയോ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. അത് നെക്സ്റ്റ് നോബിൾ ഗ്യാസിന്റെ അറ്റോമിക് നമ്പറിന് ഈക്വൽ ആണെങ്കിൽ നമ്മൾ പറയും കോംപ്ലക്സ് EAN റൂൾ ഒബേ ചെയ്യുന്നുണ്ട്. അത് ഈക്വൽ അല്ലെങ്കിൽ നമ്മൾ പറയും കോംപ്ലക്സ് EAN റൂള് ഒബേ ചെയ്യുന്നില്ല എന്ന് പറയും. പിന്നെ വേറൊരു കാര്യം, നമ്മളിവിടെ മെറ്റലിന്റെ ഇലക്ട്രോൺസ് എന്ന് പറയുന്നുണ്ടല്ലോ. മെറ്റലിന്റെ ഇലക്ട്രോൺസ് എന്ന് പറയുമ്പോൾ വാലൻസ് ഇലക്ട്രോൺസ് അല്ല ഉദ്ദേശിക്കുന്നത്, ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ മെറ്റൽ, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ 18 ഇലക്ട്രോൺ റൂളിന്റെ കേസിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, വാലൻസ് ഇലക്ട്രോൺസ് ആണ് കൗണ്ട് ചെയ്യുന്നത്, പ്ലസ് ഇലക്ട്രോൺസ് ഡൊണേറ്റഡ് ബൈ ലിഗാൻഡ്. പക്ഷേ ഇവിടെ നമ്മൾ ആ മെറ്റലിന്റെ അകത്തുള്ള ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് കൗണ്ട് ചെയ്യുന്നത്. നമുക്കിവിടെ എല്ലായിടത്തും കാർബണൈലാണ്. കാർബണൈൽ ന്യൂട്രൽ ആറ്റം ആയതുകൊണ്ട് തന്നെ നമ്മുടെ കോംപ്ലക്സിന് ആസ് എ ഹോൾ ചാർജ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ എല്ലാ മെറ്റൽസും 0 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ് ഉള്ളത്. ഓക്കെ, ഇനി നിക്കലിന്റെ കേസിൽ നമുക്ക് 0 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. സോ നിക്കലിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 28 ആണ്. 28ഉം അതേപോലെ 4
CO. അപ്പം 2 വീതമാണ് CO ഡൊണേറ്റ് ചെയ്യുന്നത്. 4 into 2 8 വരും. നമുക്ക് എന്ത് കിട്ടും? 36 എന്ന് കിട്ടും. ഇറ്റ് ഈസ് ദി അറ്റോമിക് നമ്പർ ഓഫ് ക്രിപ്റ്റോൺ. ഓക്കെ, സോ ബേസിക്കലി ഈ ഒരു കോംപ്ലക്സ് EN റൂൾ ഒബേ ചെയ്യുന്നുണ്ട്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഒബേ ചെയ്യാത്തതാണ്. ഇനി അയണിന്റെ കേസിൽ 26 ആണ് അറ്റോമിക് നമ്പർ, അതുകൊണ്ട് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 26 ആയിരിക്കും. ദെൻ 5 into 2 10 വരും, അഗെയിൻ 36 വരും. സോ ഇതെല്ലാം. ദെൻ ക്രോമിയം എന്ന് പറയുന്നത് നമുക്കറിയാം 24 ആണ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വരിക. ദെൻ 6 into 2 12 വരും. സോ ടോട്ടൽ നമുക്ക് 36 കിട്ടും. ഫൈനലി വനേഡിയം എന്ന് പറയുന്നത് 23 ആണ്. 23ഉം 6 into 2 12 വരും. ടോട്ടൽ 35 ആണ് വരുന്നത്. ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 36, which is the atomic number of krypton. So 35 ആയതുകൊണ്ട് തന്നെ VCO 6 times does not obey EAN rule. Option D ആണ് correct answer. Next question, the coordination number of iron in hemoglobin. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. ഇവിടെ ഹീമോഗ്ലോബിൻ ഉദ്ദേശിക്കുന്നത് ഡിയോക്സി ഹീമോഗ്ലോബിൻ ആണ്. ഓക്സി ഹീമോഗ്ലോബിൻ ആണെങ്കിൽ ഓക്സി ഹീമോഗ്ലോബിൻ എന്ന് എടുത്ത് പറയും. ഇവിടെ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് തന്നെ ഓപ്ഷൻ B5 ആയിരിക്കും. ദെൻ ഓക്സി ഹീമോഗ്ലോബിൻ ആണെങ്കിൽ നമ്മൾ ഏതാ മാർക്കേണ്ടത്? 6 ആണ് മാർക്കേണ്ടത്. നെക്സ്റ്റ് വൺ, വാട്ട് ഇസ് ദ ഡെസിഗ്നേഷൻ ഗിവൺ ടു സബ് ലെവൽ ഹാവിംഗ് n equal to 4 l equal to 1? n equal to 4ഉം l equal to 1ഉം ഏതാണ് സബ്ഷെൽ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം എന്നിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദി പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, എൽ വാല്യൂ എന്ന് പറയുന്നത് അസിമുത്തൽ ക്വാണ്ടം നമ്പർ ആണ്. ആൻഡ് n is the principal quantum number. എൽ വാല്യൂ 0 ആണെങ്കിൽ ഓർബിറ്റൽ s വരും, എൽ വാല്യൂ 1 ആകുമ്പോൾ ഓർബിറ്റൽ p, L2 ഓർബിറ്റൽ d ആയിരിക്കും, L3 ആകുമ്പോൾ ഓർബിറ്റൽ f ആയിരിക്കും. ഇവിടെ എന്നിന്റെ വാല്യൂ എന്ന് പറയുന്നത് 4 ആണ് തന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് 4 വരും. ദെൻ എൽ വാല്യൂ 1 ആണ്, സോ p, ദാറ്റ് ഇസ് 4p. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വരുന്നത് 51ന്റെ കേസിൽ. ഇനി വേറൊരു കാര്യം, നമ്മളോട് ഇപ്പം കുറച്ച് ഓർബിറ്റൽസ് തന്നിട്ട് അതിന്റെ എനർജി ഓർഡർ അല്ലെങ്കിൽ ഏത് ഓർഡറിലായിരിക്കും ഇലക്ട്രോൺസ് ഫിൽ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? n+lന്റെ വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ബേസിക്കലി ഇലക്ട്രോൺസ് ആർ ഫിൽഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദി ഇൻക്രീസിങ് വാല്യൂ ഓഫ് n+l. n+lന്റെ വാല്യൂവിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇലക്ട്രോൺസ് ഫിൽ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നിങ്ങളോട് 3d 4s 4p 4f, അപ്പം ഇതിന്റെ എനർജി ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ എന്ത് ചെയ്യുക? n+l വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. ഇവിടെ 3 ആണ് n വാല്യൂ, d എന്ന് പറയുമ്പം l വാല്യൂ എന്ത് വരും? 2 വരും. സോ 5 ആണ് n+l വാല്യൂ. ദെൻ 4sന്റെ കേസിൽ 4ഉം 0ഉം 4 വരും. ഹിയർ 4p ആകുമ്പം അഗെയിൻ 5 വരും, 4f ആകുമ്പം 6 വരും. സോ നിങ്ങൾക്ക് കാണാം ഇവിടെ രണ്ടെണ്ണം 5 വരുന്നുണ്ട് അല്ലേ? അതായത് ഈ രണ്ട് വാല്യൂസും നോക്കുന്ന സമയത്ത് രണ്ടെണ്ണം സെയിം ആണ്. സെയിം ആവുന്ന കേസിൽ നമ്മൾ എന്താ നോക്കേണ്ടത്? എന്നിന്റെ വാല്യൂ ആയിരിക്കും പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ആർക്കാണോ n വാല്യൂ കൂടുതൽ അയാൾക്കായിരിക്കും കൂടുതൽ എനർജി. സോ 4pക്കായിരിക്കും കൂടുതൽ എനർജി വരുന്നത്. അപ്പം നമ്മുടെ എനർജീൻ്റെ ഓർഡറിൽ നമുക്ക് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? ആദ്യം നമ്മൾ n+l വാല്യൂ നോക്കുക, പിന്നെ എന്ത് ചെയ്യുക? അത് ഒരേപോലെ വരുന്നുണ്ടെങ്കിൽ n വാല്യൂ നോക്കുക. ഓക്കെ, അപ്പോൾ 4sന്റെ n+l വാല്യൂ ആണ് ഏറ്റവും കുറവ്. സോ 4sനായിരിക്കും എനർജി ഏറ്റവും കുറവ് വരിക. ദെൻ 3dയും 4pയും കമ്പയർ ചെയ്യുന്ന സമയത്ത് രണ്ടാൾക്കും n+l വാല്യൂ സെയിം ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിന്റെ വാല്യൂ നോക്കി, അതിനായിരിക്കും എനർജി കൂടുതൽ. സോ 3dക്കായിരിക്കും എനർജി കുറവ്. 4s 3d 4p 4f. ഇതേ കാര്യം നമ്മൾ ഇങ്ങനെ വരച്ചിട്ട് നമ്മൾ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. സോ നമുക്ക് ഇങ്ങനെ ഇവിടെ കാണാൻ പറ്റും 4s കഴിഞ്ഞിട്ട് വരുന്നത് 3d, ദെൻ 4p, ദെൻ 5s. അങ്ങനെയാണ് ആ ഓർഡറിലാണ് വരുന്നത്. നെക്സ്റ്റ് വൺ, BE ഷോസ് എ ഡയഗണൽ റിലേഷൻഷിപ്പ് വിത്ത്. BE ആരുമായിട്ടാണ് ഡയഗണൽ റിലേഷൻഷിപ്പിൽ ഇരിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയുന്ന ആൻസർ ആണ് BE ഏലുമായിട്ടാണ് ഡയഗണൽ റിലേഷൻഷിപ്പിൽ വരുന്നത്. ലിഥിയം ആണെങ്കിൽ മെഗ്നീഷ്യം ആയിട്ടായിരിക്കും. സോ ഓപ്ഷൻ ഏലാണ് റൈറ്റ് ആൻസർ വരുന്നത്. ഇതിൽ ഡയഗണൽ റിലേഷൻഷിപ്പിന്റെ റീസൺ എന്ന് പറയുന്നത് ഓരോ റെസ്പെക്റ്റീവ് ഗ്രൂപ്പിലെയും ഫസ്റ്റ് എലമെന്റ്സ് ആണ് ലിഥിയം, ബെറിലിയം, ബോറോൺ എന്നൊക്കെ പറയുന്നത് അല്ല. അപ്പം ഇവര് എന്താണ്? സ്മോൾ ഇൻ സൈസ് ആണ് കമ്പയർഡ് ടു റെസ്റ്റ് ഓഫ് ദി ഗ്രൂപ്പ് മെമ്പേഴ്സ്. ദേ ഹാവ് സ്മോൾ സൈസ്. അതേപോലെ തന്നെ ദേ ഹാവ് ഹൈ ചാർജ് ടു റേഡിയസ് റേഷ്യോ. Similarly, they have high electronegativity. So compared to rest of the members, they will be having some anomalous behavior. For example, ഈ ലിഥിയവും ബെറിലിയം ഒക്കെ കോവലന്റ് കോമ്പൗണ്ട്സ് ആണ് കൂടുതലായിട്ട് ഫോം ചെയ്യുന്നത്, unlike rest of the other members of their group. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ലിഥിയത്തിനും
സോഡിയത്തിനും അവർ സെയിം ഗ്രൂപ്പ് മെമ്പേഴ്സ് ആയതുകൊണ്ട് സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഔട്ടർമോസ്റ്റ് ഷെല്ലുള്ളതുകൊണ്ട് കെമിക്കൽ പ്രോപ്പർട്ടീസ് സെയിം ആണ്. അതേപോലെ തന്നെ ലിഥിയത്തിനും മെഗ്നീഷ്യത്തിനും അതേപോലെ ബെറിലിയത്തിനും അലൂമിനിയത്തിന്റെ കേസിലും സിമിലർ ചാർജ് ഡെൻസിറ്റി ആയതുകൊണ്ട് ചില കെമിക്കൽ പ്രോപ്പർട്ടീസ് സെയിം ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ബേസിക്കലി ഡയഗണൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. വേറൊരു കാര്യം, ഡയഗണൽ റിലേഷൻഷിപ്പ് നമ്മൾ നോൺ മെറ്റൽസിന്റെ കേസിൽ പറയാറില്ല. ദ സ്റ്റേറ്റ് ഓഫ് ഹൈബ്രിഡൈസേഷൻ ഓഫ് BE ഇൻ BeF2. BeF2ന്റെ കേസിലുള്ള ഹൈബ്രിഡൈസേഷൻ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. BeF2 നമുക്കറിയാം, ഇറ്റ് ഈസ് ഹാവിങ് എ ലീനിയർ ജോമെട്രി ആൻഡ് സ്റ്റെറിക് നമ്പർ വെച്ചിട്ട് നമുക്ക് ഹൈബ്രിഡൈസേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് നമ്പർ ഓഫ് സിഗ്മ ബോണ്ട്സ് പ്ലസ് നമ്പർ ഓഫ് ലോൺ പെയർസ്. അപ്പോൾ ഇവിടെ 2 സിഗ്മ ബോണ്ടുകളാണ് ഫോം ചെയ്യുന്നത് BE. ദെൻ ലോൺ പെയർസ് ഒന്നുമില്ല, സോ 2 വരും. 2 എന്ന് പറയുമ്പോൾ എന്ത് വരും? SP, അതായത് ഒരു എസും ഒരു പിയും, അതാണ് 2 വന്നിട്ടുള്ളത്. സോ ഓപ്ഷൻ D ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, bute1ene can be converted to butane by the reaction with. bute1ene ബ്യൂട്ടൈൻ ആക്കി കൺവേർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് കേസിൽ നമുക്ക് Zn(HCl) ഇത് വെച്ചിട്ട് നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ബ്യൂട്ടീന് Zn(HCl) വെച്ചിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് റിയാക്ഷൻ ഒന്നും കിട്ടില്ല, നോ റിയാക്ഷൻ ആണ്. ആക്ച്വലി ഈ കാറ്റലിസ്റ്റ് യൂസ് ചെയ്യുന്നത് നമ്മുടെ ആൽക്കൈൽ ഹാലൈഡിന് ആൽക്കെയിൻ ആക്കി മാറ്റാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ് ആണ് സിങ്ക് ആൻഡ് HCl. സോ നമുക്ക് കിട്ടുന്നത് ആൽക്കെയിനും അതേപോലെ തന്നെ സിങ്ക് ഹാലൈഡും ആണ്. നെക്സ്റ്റ് ടിന്നു HCl ആണെങ്കിലും നമുക്ക് റിയാക്ഷൻ പോസിബിൾ അല്ല, ഇവിടെയും നമുക്ക് നോ റിയാക്ഷൻ ആണ്. ആക്ച്വലി ഈ ഒരു കാറ്റലിസ്റ്റിന് നമ്മൾ സാൻമെയേഴ്സ് റിയേജന്റ് എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ നൈട്രോ ആൽക്കെയിന് അമീൻ ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് ടിൻ ആൻഡ് HCl യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് RNH2 അമീൻ ആണ് കിട്ടുന്നത്. നെക്സ്റ്റ് വരുന്നത് സിങ്ക് HG, ZnHG, അതായത് സിങ്ക് അമാൽഗം വെച്ചിട്ടുള്ള റിയാക്ഷൻ ആണ്. സിങ്ക് അമാൽഗം നമ്മൾ യൂസ് ചെയ്യുന്നത് ആൽഡിഹൈഡ്സിനെയും കീറ്റോൺസിനെയും ആൽക്കെയിൻസ് ആക്കി കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കീറ്റോൺ ആണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്നത് സിങ്ക് അമാൽഗം വെച്ച് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് RCH2R, അതായത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽക്കെയിൻ ആണ്. ബേസിക്കലി ഇവിടെ എന്താ നടന്നിട്ടുള്ളത്, ഈ ഒരു കീറ്റോ ഗ്രൂപ്പ് C ഡബിൾ ബോണ്ടോ ഗ്രൂപ്പ് CH2 ഗ്രൂപ്പായിട്ട് കൺവേർട്ട് ചെയ്തു. ഈ ഒരു ഗ്രൂപ്പ് CH2 ഗ്രൂപ്പായിട്ടാണ് കൺവേർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സിമിലർലി നമ്മളിപ്പം ആൽഡിഹൈഡ് ആണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ എന്ത് കിട്ടും? RCH3, ദാറ്റ് ഈസ് അഗെയിൻ ആൽക്കെയിൻ. ഈ ഒരു റിയാക്ഷൻ നിങ്ങൾക്ക് അറിയുന്ന റിയാക്ഷൻ ആയിരിക്കും. ദിസ് ഇസ് നോൺ ആസ് ക്ലെമൻസൺ റിഡക്ഷൻ, ദാറ്റ് ഈസ് കൺവേർഷൻ ഓഫ് CO ഗ്രൂപ്പ് ടു CH2 ഗ്രൂപ്പ് ഇൻ ദ പ്രസൻസ് ഓഫ് സിങ്ക് അമാൽഗം. അതാണ് നമ്മുടെ റിയാക്ഷൻ വരുന്നത്. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ പലേഡിയം വിത്ത് ഹൈഡ്രജൻ ആണ്. സോ ഈ പലേഡിയം കാറ്റലിസ്റ്റ് ബേസിക്കലി ഈ കാറ്റലിസ്റ്റിന്റെ സർഫസിൽ ഹൈഡ്രോജനേഷൻ നടക്കും. ഇതിനെ നമ്മൾ ഹൈഡ്രോജനേഷൻ കാറ്റലിസ്റ്റ് എന്നാണ് പറയുന്നത്. ആൻഡ് ഇതിൽ നമുക്ക് നിക്കലും അതേപോലെ തന്നെ പ്ലാറ്റിനവും സെയിം റിയാക്ഷൻ തരുന്നതാണ്. സോ നമ്മുടെ bute1ene പലേഡിയം ആൻഡ് ഹൈഡ്രജൻ നമുക്ക് എന്ത് കിട്ടും? ബ്യൂട്ടൈൻ കിട്ടും. സോ ഓപ്ഷൻ A ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദി ഫോളോയിങ് കോമ്പൗണ്ട് ഷോസ് ജോമെട്രിക്കൽ ഐസോമറിസം? ജോമെട്രിക്കൽ ഐസോമറിസം തരുന്ന കോമ്പൗണ്ട് ആണ് ചോദിച്ചിട്ടുള്ളത്. ജോമെട്രിക്കൽ ഐസോമറിസം എന്ന് പറയുന്നത് സിസ് ട്രാൻസ് ഐസോമറിസം ആണ്. ഓക്കെ, നമുക്ക് 1 by 1 ചെയ്ത് നോക്കാം. ഇപ്പം സൈക്ലോപ്രൊപ്പൈൻ എടുത്തു കഴിഞ്ഞാൽ സൈക്ലോപ്രൊപ്പൈൻ്റെ അകത്ത് 3 കാർബൺ ആറ്റംസിൻ്റെ കേസിലും നമുക്ക് 2 ഹൈഡ്രജൻ ഈച്ച് ബോണ്ടഡ് ആയിരിക്കും. സോ ഇവിടെ പ്രത്യേകിച്ച് നമുക്ക് ഇതിന് ഐസോമർ പോസിബിൾ അല്ല. ഇനി സൈക്ലോബ്യൂട്ടൈൻ എടുത്തു കഴിഞ്ഞാലും എല്ലാ കാർബൺ ആറ്റംസും എല്ലാ ഹൈഡ്രജൻ ആറ്റംസും ഇക്വാലൻ്റ് ആണ്. നെക്സ്റ്റ് 1,2 ഡൈമീഥൈൽ സൈക്ലോപ്രൊപ്പൈൻ, അതായത് ഫസ്റ്റ് 2 പൊസിഷനിൽ 1 and 2 പൊസിഷനിൽ നമുക്ക് മീഥൈൽ ഗ്രൂപ്പ് ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഹിയർ ഓൾസോ വി ഹാവ് 1 മീഥൈൽ ഗ്രൂപ്പ്. സോ നമുക്ക് ഇങ്ങനെ വരക്കാം. ഇനി ഈ 2 മീഥൈൽ ഗ്രൂപ്പും തമ്മിൽ സിസ് കോൺഫിഗറേഷനിലാണ്, അതായത് അവർ രണ്ടുപേരും സെയിം സൈഡിലാണുള്ളത്. അതേപോലെ തന്നെ 2 ഹൈഡ്രജൻസും സിസ് ആയിട്ടാണ് ഉള്ളത്. ഇവിടെ സിമിലർലി നമുക്ക് ഹൈഡ്രജൻ ഉണ്ടാവും. ഇനി നമ്മൾ ഈ ഒരു സ്ട്രക്ചറിൽ ഒരു CH3 നമ്മൾ വെഡ്ജിലും അതേപോലെ മറ്റേ CH3നെ നമ്മൾ ഡാഷിലും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇതിൻ്റെ ട്രാൻസ് കോൺഫിഗറേഷൻ കിട്ടും. സോ ഹിയർ സിസ് ട്രാൻസ് ഐസോമറിസം ഇസ് പോസിബിൾ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓപ്ഷൻ C 1,2 ഡൈമീഥൈൽ സൈക്ലോപ്രൊപ്പൈൻ ആയിരിക്കും കറക്റ്റ് ആൻസർ വരുന്നത്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് കോമ്പൗണ്ട്സ് ഇസ് അരോമാറ്റിക്? അരോമാറ്റിക് കോമ്പൗണ്ട് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അരോമാറ്റിക് എന്ന് പറഞ്ഞാൽ നമുക്ക് ബേസിക് കണ്ടീഷൻസ്
അറിയാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ദേ ഷുഡ് ബി സൈക്ലിക്. അതേപോലെ കംപ്ലീറ്റ് കോൺജുഗേഷൻ നടക്കണം. കംപ്ലീറ്റ് കോൺജുഗേഷൻ ഓഫ് 5 ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ലോൺ പേസ് വാട്ടെവർ. ദെൻ എന്താണ് പ്ലാനാർ ആയിരിക്കണം. ദെൻ ഹക്കൽ റൂൾ ഒബേ ചെയ്യണം. ദാറ്റ് ഇസ് 4n+2 പൈ ഇലക്ട്രോൺസ് ആയിരിക്കണം ഉണ്ടാവുന്നത്. 4n+2 പൈ ഇലക്ട്രോൺസ് ഉണ്ടാവുന്ന പറഞ്ഞാൽ ഇൻ അതർ വേർഡ്സ് വി ക്യാൻ സേ ദർ ഷുഡ് ബി ഓഡ് നമ്പർ ഓഫ് പൈ ബോൺസ്. അതേപോലെ തന്നെ അരോമാറ്റിക് കോമ്പൗണ്ട്സിന്റെ കേസിൽ നമുക്ക് ഡയാമാഗ്നറ്റിക് റിംഗ് കറണ്ട് ആയിരിക്കും ഉണ്ടാകുന്നത്. ഇനി ആന്റി അരോമാറ്റിക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? ബാക്കി എല്ലാ കണ്ടീഷൻസും സെയിം ആണ്. സൈക്ലിക്, കോൺജുഗേറ്റഡ്, പ്ലാനർ ഒക്കെ ആയിരിക്കണം. ദെൻ ഹിയർ നമുക്ക് 4n പൈ ഇലക്ട്രോൺസ് ആയിരിക്കും ഉണ്ടാകുന്നത്. വേറൊരു കാര്യം, ഈ എന്നിന്റെ വാല്യൂ എന്ന് പറയുന്നത് n ജസ്റ്റ് ഇൻറ്റീജേഴ്സ് ആണ്. 0, 1, 2, 3 അങ്ങനെയുള്ള നമ്പേഴ്സ് ആണ് ഈ n എന്ന് പറയുന്നത്. വേറെ പ്രത്യേകിച്ച് മീനിങ് ഒന്നും വരുന്നില്ല. അതേപോലെ തന്നെ ആന്റി അരോമാറ്റിക്കിന്റെ കേസിൽ നമുക്ക് എന്തായിരിക്കും? പാരാമാഗ്നറ്റിക് റിംഗ് കറണ്ട് ആയിരിക്കും ഉണ്ടാകുന്നത്. ഡയാമാഗ്നറ്റിക് റിംഗ് കറണ്ട് എന്ന് പറയുന്നത് ഇന്നർ പ്രോട്ടോൺസ് ഷീൽഡഡും അതേസമയം ഔട്ടർ പ്രോട്ടോൺസ് ഡീഷീൽഡഡും ആയിരിക്കും. ആൻഡ് ഹിയർ പാരാമാഗ്നറ്റിക് റിംഗ് കറണ്ട് ആണെങ്കിൽ ഔട്ടർ പ്രോട്ടോൺസ് ഷീൽഡഡും അതേസമയം ഇന്നർ പ്രോട്ടോൺസ് ഡീഷീൽഡഡും ആയിരിക്കും. ഓക്കെ, ഇനി ഇത് കൂടാതെ നമുക്ക് എന്തുണ്ട്? നോൺ അരോമാറ്റിക് കോമ്പൗണ്ട്സും ഉണ്ട്. നോൺ അരോമാറ്റിക് എന്ന് പറയുമ്പം അരോമാറ്റിക്കും അല്ല, അതേപോലെ ആന്റി അരോമാറ്റിക്കും അല്ല. ദേ ഡു നോട്ട് ഫോളോ ഹക്കൽസ് റൂൾ. അതേപോലെ തന്നെ പ്ലാനർ ആയിരിക്കില്ല. ദെൻ ഹക്കൽ റൂൾ ഫോളോ ചെയ്യില്ല. ഇങ്ങനെയുള്ള കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ നോൺ അരോമാറ്റിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. നമുക്ക് 1 by 1 എടുത്ത് നോക്കാം. നമ്മൾക്ക് തന്നിട്ടുള്ളത് സൈക്ലോബ്യൂട്ടാഡൈൻ ആണ്. സൈക്ലോബ്യൂട്ടാഡൈൻ എന്ന് പറയുമ്പോൾ സ്ട്രക്ചർ വരുന്നത് ഇങ്ങനെയാണ് അല്ലെ. സോ ദിസ് ഈസ് ഹാവിങ് 4n പൈ ഇലക്ട്രോൺസ്. ദാറ്റ് ഈസ് n equal to 1 ആകുന്ന കേസിൽ 4 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ എന്താ, ഇത് ആന്റി അരോമാറ്റിക് ആണ്. നെക്സ്റ്റ് വൺ സൈക്ലോ ഒക്ടാ ടെട്രായിൻ. സൈക്ലോ ഒക്ടാ ടെട്രായിൻ എന്ന് പറയുമ്പം നമ്മുടെ സ്ട്രക്ചർ വരുന്നത് 4 പൈ ബോൺസ് ഉണ്ട്. ബട്ട് ഇൻ ആക്ച്വൽ കേസ് ഇവർ ഇരിക്കുന്നത് ഇങ്ങനെ ആയിരിക്കും. ഈ ഒരു ഷേപ്പിന് നമ്മൾ ടബ് ഷേപ്പ് എന്നാണ് പറയാം. അതായത് അവർക്ക് ആംഗുലാർ സ്ട്രെയിൻ കാരണം പ്ലാനർ ആയിട്ട് ഇരിക്കാൻ പറ്റില്ല, നോൺ പ്ലാനർ ആണ്. അതുകൊണ്ട് തന്നെ എന്താണ് സൈക്ലോ ഒക്ടാ ടെട്രായിൻ എന്ന് പറയുന്നത് നോൺ അരോമാറ്റിക് കോമ്പൗണ്ട് ആണ്. നെക്സ്റ്റ് വൺ സൈക്ലോപ്രൊപ്പീൻ. സൈക്ലോപ്രൊപ്പീൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ബേസിക്കലി നമ്മൾ ഇലക്ട്രോൺസിന്റെ എണ്ണം നോക്കുന്ന സമയത്ത് 4n+2 ഇലക്ട്രോൺ റൂൾ ആണ് ഒബേ ചെയ്യുന്നുണ്ട്. 2 പൈ ഇലക്ട്രോൺസ് ആണ് കിട്ടുന്നത്. ബട്ട് ഇവിടെ കോൺജുഗേഷൻ പോസിബിൾ അല്ല. അതേപോലെ ഇവിടെ നമ്മുടെ ഈ ഒരു കാർബൺ ആറ്റം എന്ന് പറയുന്നത് sp3 ആണ്. ബാക്കി രണ്ട് sp2 ആണ്. സോ sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റംസ് ആയിരിക്കണം ബേസിക്കലി വേണ്ടത്. നമ്മുടെ കോമ്പൗണ്ട് എന്ന് പറയുന്നത് നോൺ അരോമാറ്റിക് ആയിരിക്കും. നെക്സ്റ്റ് സൈക്ലോപെന്റാഡൈനൈൽ ആനിയോൺ. സോ ദിസ് ഇസ് ഹാവിങ് 6 പൈ ഇലക്ട്രോൺസ് ആൻഡ് ഇറ്റ് ഇസ് അരോമാറ്റിക്. വേറൊരു കാര്യം, നമുക്കിവിടെ പ്ലസ് ചാർജ് ഉണ്ടെങ്കിൽ, അതായത് സൈക്ലോപ്രൊപ്പീനൈൽ കാറ്റയോൺ ആണെങ്കിൽ നമുക്കിവിടെ കോൺജുഗേഷൻ പോസിബിൾ ആണ്. അതുകൊണ്ട് തന്നെ സിസ്റ്റം പ്ലാനാറും ആയിരിക്കും. ദെൻ ഇറ്റ് വിൽ ബി അരോമാറ്റിക്. സോ നമ്മുടെ ഓപ്ഷൻ അരോമാറ്റിക് കോമ്പൗണ്ട് among these four is cyclopentadienal anion. That is option D. Next one, the monomer of natural rubber is. നാച്ചുറൽ റബ്ബറിന്റെ മോണോമർ ആണ് ചോദിച്ചിട്ടുള്ളത്. നാച്ചുറൽ റബ്ബർ എന്ന് പറയുന്നത് പോളി ഐസോപ്രീൻ ആണ്. ടു ബി മോർ സ്പെസിഫിക് നമുക്ക് പറയാം സിസ് പോളി ഐസോപ്രീൻ ആണ് നാച്ചുറൽ റബ്ബർ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഐസോപ്രീൻ്റെ പോളിമർ ആണ് നാച്ചുറൽ റബ്ബർ. ഐസോപ്രീൻ എന്ന് പറയുന്നത് 2-methyl 1,3-butadiene. ദിസ് ഇസ് ഐസോപ്രീൻ. സോ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ആൻഡ് വൺ മോർ തിങ്, നമ്മൾ ഈ ഐസോപ്രീൻ വരയ്ക്കുന്ന സമയത്ത് ഇത് ആക്ച്വലി ട്രാൻസ് ആയിട്ടാണുള്ളത്. 2 ഡബിൾ ബോൺസ് ട്രാൻസ് ആയിട്ടാണുള്ളത്. ഇപ്പം നമ്മൾ സിസ് ആയിട്ടാണ് ഡബിൾ ബോൺസ് വരയ്ക്കുന്നതെങ്കിൽ നമുക്ക് ഇങ്ങനെ വരും. ഓക്കെ, ഇതിന് നമ്മൾ പോളിമറൈസേഷൻ നടത്തി കഴിഞ്ഞാൽ ദിസ് 1,4 പോളി ഐസോപ്രീൻ കിട്ടും, വിച്ച് ഇസ് നാച്ചുറൽ റബ്ബർ. ദെൻ ഇഫ് നമ്മൾ ഈ ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ, ദിസ് ഇസ് ട്രാൻസ് ഐസോപ്രീൻ. ഈ 2 ബോൺസ് ട്രാൻസ് ആയിട്ടാണ് വരുന്നത്. ഇതിന് നമ്മൾ പോളിമറൈസേഷൻ നടത്തിയാൽ നമുക്ക് കിട്ടുന്നത് ഗട്ടാപെർച്ചയാണ്, വിച്ച് ഇസ് ട്രാൻസ് 1,4 പോളി ഐസോപ്രീൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് വിച്ച് ആൽക്കലോയിഡ് ഇസ് പ്രസന്റ് ഇൻ ഹെംലോക്ക് സീഡ്. ഹെംലോക്ക് സീഡിൽ പ്രസന്റ് ആയിട്ടുള്ള ആൽക്കലോയിഡ് ആണ് ചോദിച്ചിട്ടുള്ളത്. ആൽക്കലോയിഡ് എന്ന് പറഞ്ഞാൽ നൈട്രജൻ കണ്ടെയ്നിങ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ആണ്. ആൻഡ് ഇറ്റ് ഇസ് നാച്ചുറലി ഒക്കറിങ് ആൻഡ് ഇറ്റ് ഇസ് ഹാവിങ് എ ഹെട്രോസൈക്ലിക് റിംഗ് വിത്ത് കാർബൺ ആൻഡ് ഹൈഡ്രജൻ. നൈട്രജൻ കണ്ടെയ്നിങ് ഹെട്രോസൈക്ലിക് റിംഗ്സ് ആയിരിക്കും ബേസിക്കലി ഉണ്ടാവുന്നത്. ദെൻ കാർബൺ ഹൈഡ്രജൻസ് ഉണ്ടാവും, ചിലപ്പോൾ ഓക്സിജനും സൾഫർ ആറ്റംസ് ഒക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ ആൽക്കലോയിഡ്സ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമുക്ക് ഓപ്ഷനിൽ 4 ആൽക്കലോയിഡ് ആണ് തന്നിട്ടുള്ളത്. കൊനൈൻ തന്നിട്ടുണ്ട്. ആൻഡ് ഈ കൊനൈൻ്റെ കേസിലാണ് നമ്മൾ ഹെംലോക്ക് സീഡ് വരുന്നത്. ദാറ്റ് ഇസ് കൊനൈൻ ഈസ് പ്രസന്റ് ഇൻ ഹെംലോക്ക് സീഡ്സ്. ദെൻ ക്വിനൈൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ ദി ബാർക്ക് ഓഫ് സിങ്കോണ ട്രീ.
നെക്സ്റ്റ് വൺ പിപ്പിരി. പിപ്പിരി എന്ന് പറയുന്നത് കാണുന്നത് ബ്ലാക്ക് പെപ്പറിലും അതേപോലെ ലോങ് പെപ്പറിലുമാണ്. പിന്നെ ചില ഫ്രൂട്ട്സിൽ വരും, അതായത് പിപ്പറേസിയേ ഫാമിലിയിൽ വരുന്ന ചില ഫ്രൂട്ട്സിന്റെ കേസിലും പിപ്പിരീൻ എന്ന് പറയുന്ന ആൽക്കലോയിഡ് പ്രസന്റ് ആണ്. ദെൻ മോർഫിൻ വരുന്നത് ഓപ്പിയം പോപ്പിയിലാണ്, ദാറ്റ് ഈസ് പെപ്പാവർ സോംനിഫറം. സോ നമ്മുടെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സീ വാട്ടർ വിൽ ബോയിൽ അറ്റ് എ ടെമ്പറേച്ചർ higher than pure water, lower than pure water, same as that of pure water, cannot be predicted. ബേസിക്കലി നമ്മൾ ഒരു പ്യുവർ വാട്ടർ എടുത്തിട്ട് അതിലേക്ക് സോൾട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ NaCl ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സോൾട്ട് സൊല്യൂഷൻ കിട്ടും. അതേപോലത്തെ സിമിലർ കേസാണ് സീ വാട്ടറിൽ വരുന്നത്. സീ വാട്ടറിൽ നമുക്ക് NaCl മാത്രമായിരിക്കില്ല, കാൽഷ്യം ക്ലോറൈഡും വേറെ ചില സോൾട്ട്സും പ്രസന്റ് ആയിരിക്കും. എന്ത് തന്നെ ആയാലും നമ്മളൊരു പ്യുവർ സോൾവെന്റിന്റെ അകത്തേക്ക് ഏതെങ്കിലും ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് വേപ്പർ പ്രഷർ എക്സിബിറ്റഡ് ബൈ ദി സൊല്യൂഷൻ വിൽ ബി ലെസ് ദാൻ ദാറ്റ് ഓഫ് ദി പ്യുവർ സോൾവെന്റ്. ആ ഒരു ഫിനോമിനനാണ് നമ്മൾ ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. അതായത് ഇപ്പം നമ്മൾ പ്യുവർ വാട്ടർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെൻ ദി വേപ്പർ പ്രഷർ ഓഫ് ദി വാട്ടർ ബിക്കംസ് ഈക്വൽ ടു ദി അറ്റ്മോസ്ഫിയറിക് പ്രഷർ, it starts boiling. That is, the boiling point is 100 degrees Celsius. ഓക്കെ, അപ്പം നമ്മൾ ഈ പ്യുവർ സോൾവെന്റിന്റെ കേസിൽ 100 ഡിഗ്രി സെൽഷ്യസിലാണ് ബോയിൽ ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിലേക്ക് എന്തെങ്കിലും ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന സൊല്യൂഷൻ എന്ന് പറയുന്നത്, കിട്ടുന്ന സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്, വേപ്പർ പ്രഷർ ഓഫ് ദി സൊല്യൂഷൻ ഇസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് പ്യുവർ വാട്ടർ. അപ്പം എന്ത് സംഭവിക്കും? നമ്മൾ കൂടുതൽ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു വേപ്പർ പ്രഷർ നമ്മുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് ഈക്വൽ ആവുള്ളൂ. അപ്പം നമ്മൾ എക്സ്ട്രാ എന്ത് ചെയ്യേണ്ടി വരും? ഹീറ്റ് ചെയ്യേണ്ടി വരും. അപ്പം ആ ബോയിൽ ചെയ്യുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നമ്മൾ നോർമലി ബോയിൽ ചെയ്യുന്ന ടെമ്പറേച്ചറിനെക്കാളും, അതായത് പ്യുവർ സോൾവെന്റിന്റെ ടെമ്പറേച്ചറിനെക്കാളും കൂടുതൽ ടെമ്പറേച്ചറിലായിരിക്കും സൊല്യൂഷൻ ബോയിൽ ചെയ്യുന്നുണ്ടാവുക. സോ ആ ഒരു അപ്പം നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട് നമുക്ക് മനസ്സിലായി. ആ ഒരു ടെമ്പറേച്ചർ ഇൻക്രീസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദി മൊളാലിറ്റി ഓഫ് ദി സൊല്യൂഷൻ, അല്ലെങ്കിൽ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ദി സൊല്യൂഷൻ. So this is delta TB is proportional to molality M. So delta TB can be written as it is equal to Kb into M, where Kb is known as the molar elevation constant or ebullioscopic constant. ഈ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് നമ്മളോട് പ്രോബ്ലംസ് ചോദിക്കും എക്സാമിന്. അതേപോലെ തന്നെ ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ പറഞ്ഞല്ലോ, വേപ്പർ പ്രഷർ കുറയുന്നത്, ആ ഒരു ടോപ്പിക്കിലും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഈ ഡെൽറ്റ ടി ബി എന്ന് പറയുന്നത് ദി ബോയിലിംഗ് പോയിന്റ് ഓഫ് ദി സൊല്യൂഷൻ മൈനസ് ബോയിലിംഗ് പോയിന്റ് ഓഫ് ദി പ്യുവർ സോൾവെന്റ്, ദാറ്റ് ഇസ് T0B. T0B എന്ന് പറയുന്നത് പ്യുവർ സോൾവെന്റിന്റെ ബോയിലിംഗ് പോയിന്റും TB എന്ന് പറയുന്നത് സൊല്യൂഷന്റെ ബോയിലിംഗ് പോയിന്റും ആയിരിക്കും. സോ ബേസിക്കലി നമുക്ക് പറയാൻ വേണ്ടി പറ്റും സീ വാട്ടർ വിൽ ബോയിൽ അറ്റ് എ ടെമ്പറേച്ചർ ഹയർ ദാൻ ദാറ്റ് ഓഫ് പ്യുവർ വാട്ടർ. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, പ്രൊഡ്യൂസർ ഗ്യാസ് ഇസ് എ മിക്സ്ചർ ഓഫ്. പ്രൊഡ്യൂസർ ഗ്യാസ് എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. പ്രൊഡ്യൂസർ ഗ്യാസ് എന്ന് പറയുന്നത് ഓപ്ഷൻ സി CO+N2 ആണ്. ഇത് കൂടാതെ നമുക്ക് കുറച്ച് ഗ്യാസസ് പഠിക്കാം. ഫസ്റ്റ് വൺ, പ്രൊഡ്യൂസർ ഗ്യാസ് നമ്മൾ പറഞ്ഞു ഇറ്റ് ഇസ് CO+N2. ഇനി വാട്ടർ ഗ്യാസ് ആണെങ്കിൽ വാട്ടർ ഗ്യാസ് എന്ന് പറയുന്നത് CO+H2 ആണ്. സെമി വാട്ടർ ഗ്യാസ് ഉണ്ട്. ഈ സെമി വാട്ടർ ഗ്യാസ് എന്ന് പറയുന്നത് വാട്ടർ ഗ്യാസിന്റെയും പ്രൊഡ്യൂസർ ഗ്യാസിന്റെയും കോമ്പിനേഷൻ ആണ്. ദാറ്റ് ഇസ് CO+H2 അതേപോലെ CO+N2. അടുത്തതായിട്ട് ഓയിൽ ഗ്യാസ് ഉണ്ട്. ഓയിൽ ഗ്യാസ് എന്ന് പറയുന്നത് നമ്മുടെ ഹൈഡ്രോ കാർബൺസിന്റെ കോമ്പിനേഷൻ ആണ്. മീതെയിൻ അതേപോലെ ഈത്തീൻ, ദെൻ ഈതൈൻ, ഇതൊക്കെ വരുന്നതാണ് ഓയിൽ ഗ്യാസ്. നെക്സ്റ്റ് വൺ, കാർബറേറ്റഡ് വാട്ടർ ഗ്യാസ്. കാർബറേറ്റഡ് വാട്ടർ ഗ്യാസ് എന്ന് പറയുന്നത് ഈ നമ്മുടെ വാട്ടർ ഗ്യാസിന്റെയും അതേപോലെ തന്നെ ഓയിൽ ഗ്യാസിന്റെയും കോമ്പിനേഷൻ ആണ്. അപ്പൊ ഇതിൽ നമുക്ക് CO+H2 ഉണ്ടാവും, വിച്ച് ഇസ് ഫ്രം വാട്ടർ ഗ്യാസ്. അതിന്റെ കൂടെ കുറച്ച് ഹൈഡ്രോ കാർബൺസ് ഉണ്ടാവും. ഈ ഹൈഡ്രോ കാർബൺസ് നമ്മളിപ്പോൾ കണ്ടു, അത് സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസും ആവാം, അതേപോലെ തന്നെ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസും ആവാം. സിമിലർലി നമ്മുടെ നാച്ചുറൽ ഗ്യാസ് എന്ന് പറയുന്നത് നോർമലി നാച്ചുറലി ഒക്കറിങ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺസ് ആണ്. സോ ഹിയർ നമുക്ക് മിക്സ്ചർ ഓഫ് സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് ആണുള്ളത്. ഫോർ എക്സാമ്പിൾ നമ്മുടെ മീതെയിൻ ആണ് ഏറ്റവും കൂടുതൽ, 70 to 90% മീതെയിൻ ആയിരിക്കും. ഈതെയിൻ എന്ന് പറയുന്നത് 5 to 10% ഉണ്ടാവും. Then hydrogen 3% ഉണ്ടാവും. ഇനി കോൾ ഗ്യാസസ് H2 60% വരും. Then CH4 is 25%. Then carbon monoxide will be 10%. അതാണ് കോൾ ഗ്യാസ്. സിമിലർലി നമ്മുടെ LPG, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്, ദാറ്റ് ഇസ് ബ്യൂട്ടേൻ C4H10.
ദെൻ ബയോഗ്യാസ് അല്ലെങ്കിൽ നമ്മൾ നോർമലി ഗോബർ ഗ്യാസ് എന്ന് പറയും. ഇതിൽ 70% മീഥെയിൻ വരും. ബാക്കി CO, CO2, N2, H2 ഇങ്ങനെയുള്ള ഗ്യാസസ് ഒക്കെ ബാക്കി 30% വരും. ഫൈനലി നമ്മുടെ പെട്രോൾ ഗ്യാസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദി മിക്സ്ചർ ഓഫ് പെട്രോൾ, വേപ്പർ ആൻഡ് എയർ. സോ ഇത്രയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. താങ്ക് യു.